പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യുവതിയുടെ വായിൽ നിന്നും അറിയാതെ ഒരു നാക്കുപിഴ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എഡിറ്റഡ് വീഡിയോ ആയിരുന്നു. അതായത് ഞാൻ 2 വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എഡിറ്റ് ചെയ്ത വീഡിയോ എങ്ങനെയാണ്, ഒറിജിനലായിട്ടുള്ള വീഡിയോ എങ്ങനെയാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും കൂട്ടിച്ചേർക്കാൻ കഴിയും, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എല്ലാവർക്കും അറിയാം. അതുമാത്രവുമല്ല, നമ്മുടെ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വീഡിയോ മാത്രമാണ്. അവിടെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യുവതിയുടെ വായിൽ നിന്നും വന്ന ഒരു നാക്കുപിഴ അവര് തന്നെ കുറ്റക്കാരിയാണെന്ന് അവര് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതായത് ആ സ്ത്രീ തന്നെ തെളിയിച്ചു, ഞാൻ കുറ്റക്കാരിയാണ്, ഞാൻ എഡിറ്റഡ് വീഡിയോ ആണ്. ഒരാളുടെ ജീവന്റെ വില, ഒരു മനുഷ്യന്റെ ജീവന്റെ വില അത് മനസ്സിലാകാത്ത ഒരു സ്ത്രീ, അവളാണ് ശരിക്കും എഡിറ്റ് ചെയ്തിട്ട് ഒരാളെ കൊലക്ക് കൊടുത്തത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഒരാളെ കൊലക്ക് കൊടുത്തത്. ഏതായാലും അവര് പറയുന്ന ആ സംഭവം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. 2 വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എഡിറ്റഡ് വീഡിയോ എന്ന്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്താൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഇഷ്ടമുള്ള ആംഗിളിൽ കാണിക്കുകയും ചെയ്താൽ എന്തെല്ലാം ആളുകൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് എനിക്കും നിങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. എഡിറ്റഡ് വീഡിയോയോ ഓഡിയോയോ ഇപ്പൊ കോടതികൾ പോലും, പോലീസ് സ്റ്റേഷനിൽ പോലും കേസുകളിൽ ഡിജിറ്റൽ എവിഡൻസ് ആയി സ്വീകരിക്കുന്നില്ല. നിങ്ങൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഡിജിറ്റൽ എവിഡൻസ് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഡിവൈസ് നൽകണം, യാതൊരു എഡിറ്റും കൂടാതെ. ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. അതുമാത്രവുമല്ല, ഈ സ്ത്രീ ആ വീഡിയോ എടുക്കുമ്പോൾ എത്രമാത്രം സന്തോഷവതിയാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ. നമ്മളെ ആരെങ്കിലും നമ്മളെ ആരെങ്കിലും ഇതുപോലെ ബാഡ് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലോടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി വീഡിയോ എടുക്കുമോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് ഈ റീൽസോളികളുടെ മെയിൻ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും, വൈറലാക്കാനുള്ള റീൽസിന് അവരെടുക്കുന്ന വീഡിയോ ഒക്കെ അവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടാണ് അവരിങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തിയുടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിൽ കാണാൻ കഴിയുന്നില്ല. അമ്മാതിരി തീട്ട സ്വഭാവമാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത്. ഇതിനൊരിക്കലും മാപ്പ് കൊടുക്കരുത്. ഇതിനെ കയ്യാമം വെച്ച് നടത്തിക്കണം. അതാണ് വേണ്ടത്. ഇതിനെ വെറുതെ വിടാൻ പാടില്ല. അതാണ് വേണ്ടത്. അപ്പോഴേ ഒരു കാര്യം ഞാൻ പറയട്ടാ, നമ്മളെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 2 വശങ്ങൾ ഉണ്ടല്ലോ. ഇവിടെ കുറെ കൂറകൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ പുറകെ നടക്കുന്നുണ്ട്. ഉള്ള കാര്യം പറയുന്നത് എന്താ, ഏതായി കഴിഞ്ഞാലും ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരൊറ്റ കാര്യം മതി. അതായത് അവനും അവന്റെ കുടുംബത്തിനും കൃത്യമായിട്ട്, അവന്റെ കുടുംബത്തിന്, അവൻ ഇനി തിരിച്ചു വരില്ല, അവന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ കാര്യം മതി. സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചത് കൊണ്ട് എഡിറ്റ് ചെയ്ത വീഡിയോ, ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റ് ചെയ്തത് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തള്ളിക്കയറ്റാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇതൊന്നും കണ്ട് ഭയക്കരുത്. ഒരാൾ പോലും ഇനി ഇതുപോലെ ഈ ഒരു സഹോദരൻ ചെയ്തതുപോലെ ചെയ്യരുത്. നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിശാചികൾ കൂടുതലുണ്ട്. ഈ പിശാചികളെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഇതുപോലെ മരിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ സമയമുണ്ടാകുള്ളൂ. നമ്മൾ പ്രതികരിക്കുകയാണ് വേണ്ടത്. നമ്മൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ 100% ശരിയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിക്കുന്നവർ മതി നമുക്ക്. അവർ മാത്രം മതി. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാം. അതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്തതുപോലെ ചെയ്യരുത്. അയാൾക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അയാൾ പെട്ടെന്ന് അതിൽ പെട്ടുപോയി എന്നേ ഉള്ളൂ. ഈ സ്ത്രീ എന്തൊരു ദുഷ്ടയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെ ആ ചിരിയും കളിയും ഇവർക്ക് പറഞ്ഞ ഒരു പുല്ലിന്റെ വില പോലും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം വൃത്തികെട്ട ഒരു ജന്മമായി മാറിയിരിക്കുകയാണ് ഈ സ്ത്രീയാണെന്ന്. അത്ര വൃത്തികെട്ട ജന്മം. ഇതിനൊന്നൊരു സ്ത്രീന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. വെറും പിശാചാണ് ഇതൊക്കെ. സമൂഹത്തിലെ ക്യാൻസറാണ് ഇതൊക്കെ. സമൂഹത്തിലെ ക്യാൻസർ വൈറലാക്കുക. തൻ്റെ ചാനലിലൂടെ എല്ലാം വൈറലാക്കണം. തൻ്റെ ചാനലിലൂടെ എല്ലാം ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൻ്റെ ചാനലിലൂടെ ഇങ്ങനെയുള്ള റീച്ചുകൾ കൂട്ടിക്കൊണ്ട് തനിക്ക് ഡോളർ കിട്ടണം.
അപ്പുറത്തെ അവൾ ഡോളർ ഉണ്ടാക്കുന്നു, ഇപ്പുറത്തെ അവൾ ഡോളർ ഉണ്ടാക്കുന്നു, അപ്പുറത്തെ അവൾ ഡാൻസ് കളിച്ച് ഡോളർ ഉണ്ടാക്കുന്നു. എനിക്കത് കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാർട്ടിക്കാരിയായിപ്പോയി. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ വല്ലതും കിട്ടുമോ നോക്കാം. അങ്ങനെ കിട്ടിയ പാതി കിട്ടാത്ത പാതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സ്ത്രീയുടെ പുറകിൽ ആളുണ്ട്. ഈ സ്ത്രീ ബസ്സിൽ കയറിയത് പിന്നെ ഇതിനു വേണ്ടി തന്നെയാണ്. ഈ സ്ത്രീ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറേ നാളായിരിക്കും ഇതിന്റെ പുറകിൽ നടക്കുന്നത്. ഇന്നലെ ഒത്തു കിട്ടിയപ്പോഴാണ് ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുന്നത്, അത്രയും വലിയ ഞരമ്പനായിരിക്കണം അങ്ങോട്ട് പോയി തട്ടണ്ടെങ്കിൽ. ഇത് ആ സ്ത്രീ അങ്ങോട്ട് പോയിട്ട് തട്ടിയിട്ട് അവർ വീഡിയോ എടുത്ത് അവരുടെ വായിൽ നിന്നും വന്ന ഒരു പിഴയാണ് ഇപ്പോഴും അവരുടെ വായിൽ നിന്നും വന്ന് പറയുകയാണ്. ആ ഒരു പിന്നെ വർത്തമാനത്തിൽ സംഭവിച്ച ഒരു കാര്യം, ആ ചെറുക്കൻ, ആ ഒരു പയ്യൻ നിരപരാധിയാണ് എന്ന് തന്നെയാണ്. അതായത് അവർ കൃത്യമായിട്ട് പറയുന്നു, ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ്, ഇത് ഞാൻ എഡിറ്റ് ചെയ്ത 2 വീഡിയോ ആയിരുന്നു. ഒന്ന് ഞാൻ ഈ ആംഗിളിൽ ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ ചെറുങ്ങനെ തട്ടുന്നുള്ളൂ, പിന്നെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ ശരിക്കും തട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അയാളെ സമൂഹത്തിന്റെ മുന്നിൽ അങ്ങ് അപമാനിച്ച് ആ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ഒരു കൂസലും ഇല്ലാതെ എങ്ങനെയാണ് ഇതിനൊക്കെ കിടന്നുറങ്ങാൻ കഴിയുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഇതിനെ താങ്ങി നടക്കുന്ന പാർട്ടിക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര വൃത്തികെട്ട പാർട്ടിയായി പോയോ നിങ്ങളുടേത്? ഇത്ര പ്രതികരിക്കണോ? പിടിച്ചു പുറത്താക്കഴിഞ്ഞൊക്കെ അതിന്റെ കുടുംബത്തിനെയും പള്ളിയിൽ നിന്ന് വരെ വിലക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പള്ളിയിൽ വരെ കയറ്റാൻ പാടില്ല. ഇവറ്റകളെ ശരിക്കും ഭ്രഷ്ട് കൽപ്പിക്കുക വേണ്ടത്. സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത ടീമുകൾ. അത്രേ പറയാനുള്ളൂ. ഈ സ്ത്രീ ശരിക്കും പറഞ്ഞ ഇവർ എത്ര വീഡിയോസ് ഇതുപോലെ എടുത്തിട്ടുണ്ടാവും എന്ന് അന്വേഷിക്കണം. ചിലപ്പോഴും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതുപോലെ ഞാൻ ചെയ്യും, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ ആരെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മുൻകാലത്ത് ഇവരുടെ നാട്ടിൽ നടന്ന ചെറുപ്പക്കാരുടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ അന്വേഷിക്കണം. പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ നാട് എവിടെയാണ്? പയ്യന്നൂരാണോ? പയ്യന്നൂർ എന്തിനു വന്നു? അതും കൂടി അന്വേഷിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അതാണ് വേണ്ടത്. കാരണം അത്രമാത്രം ഭയങ്കരമായ പോക്രിത്തരം എന്നൊന്നും പറയാൻ പറ്റൂല. മനസ്സിലാക്കണം, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാകാൻ പാടില്ല. അതാണ് വേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം. ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല, വേറെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. കാരണം എന്താ, ചത്തത് ഒരുത്തനല്ലേ, ഒരാണല്ലേ. അവന്റെ പുറകെ എന്തിനു വെറുതെ പോകുന്നു? അവൻ അതിജീവിതൻ എന്ന് വിളിച്ചിട്ട് പുറകെ പോകണ. നമുക്ക് അതിജീവിതമാരും കൊണ്ടെങ്കിൽ പോയാൽ മതി. അതാണ് ഇവിടുത്തെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല ഇവിടെ. ചാനൽ ചർച്ചകളില്ല, ചാനലുകാരുടെ തേരോട്ടങ്ങളില്ല, ഒന്നുമില്ല. ഏതായാലും അവരുടെ അച്ഛനും അമ്മയും നാട്ടുകാരും അവരെ അറിയുന്നവരൊക്കെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതുമാത്രവുമല്ല, കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഇതിൻ്റെ പേരിൽ ശരിക്കും ഇതിൻ്റെ പേരിൽ പുറകെ നടന്നിട്ട് ശിക്ഷിക്കും എന്ന് ചില കോണുകളിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ സ്ത്രീ ആണെങ്കിൽ കുടുംബത്തോടു കൂടി ചിലപ്പോൾ ഇപ്പോഴും മുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്നേ മുങ്ങി എന്നാണ് പറയുന്നത്. അവർക്ക് നിൽക്കാൻ കഴിയില്ല, നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം ദുഷ്ടായി. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എഡിറ്റഡ് വീഡിയോ ആണ്, ഇതിലൊരു കാര്യവുമില്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അവര് തന്നെ അത് വിളിച്ചു പറയുകയും ചെയ്തു. അവരുടെ നാക്കുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇതിൽ കൂടുതൽ തെളിവുകൾ എന്താ വേണ്ടത്? ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി സ്ത്രീ കൃത്യമായിട്ട് സമാധാനം പറയേണ്ടി വരും. നിർത്തിയില്ല. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരും. നന്ദി, നമസ്കാരം.